അദ്ദേഹത്തിന്റെ മയ്യത്ത്, അദ്ദേഹം ആജാനുബാഹുവാൻ, വലിയ ശരീരമുള്ള ആകാരവടിവുള്ള നല്ലൊരു മനുഷ്യൻ, നല്ല ഹൈറ്റും വെയിറ്റുമുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ സഹാബത്ത് റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഇതിന് തീരെ ഭാരമില്ലല്ലോ, സഅദ് ഇബ്നു മുആദിന്റെ മയ്യത്തിന് തീരെ ഭാരമില്ലല്ലോ, എന്താണ് പറ്റിയത്? പ്രവാചകനൊന്നും മിണ്ടിയില്ല. അങ്ങനെ അവര് നടന്നു, ഖബർസ്ഥാനിലെത്തി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തല ഉയർത്തിയിട്ട് സഹാബികളോട് പറഞ്ഞു, സഅദ് ഇബ്നു മുആദ് മരിച്ചപ്പോൾ മൂന്ന് സംഗതികൾ നടന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഖദിഹ്തസ്സ അർശുർ റഹ്മാൻ, രണ്ടാമത്തേത് നസല 70,000 മലായികത്തുൻ മിനസ് സമാ, മൂന്നാമത്തേത് വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം അല്ലാഹുവിന്റെ അർശ് വിറച്ചിട്ടുണ്ട്, പടച്ച റബ്ബിന്റെ അർശ് വിറച്ചിട്ടുണ്ട്. വേറൊരു സഹാബിയുടെ ഈ മരണത്തിന് അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ആകാശ ലോകത്ത് നിന്ന് 70,000-ഓളം മലക്കുകൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ മലക്കുകൾ സഅദിന്റെ മയ്യത്ത് താങ്ങുന്നതിന് വേണ്ടി പരസ്പരം മത്സരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭാരം തോന്നാതിരുന്നത്. മാത്രമല്ല, വഫുതിഹത് ലഹു അബ്വാബുസ് സമാ, സഅദ് ഇബ്നു മുആദിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ മലർക്കെ തുറക്കപ്പെട്ടിട്ടുണ്ട്. വഫുതിഹത് ലഹു അബ്വാബുസ് സമാ. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റൂഹുമായി ഏത് മലക്കുകളാണ് റൂഹ് പിടിക്കാൻ വന്നത്? ആ റൂഹുമായി ആകാശം വരെ യാത്ര ചെയ്ത് ആകാശത്തിന്റെ പാറാവുകാരായ മലക്കുകളുടെ അനുവാദം കിട്ടിയതിനു ശേഷം മാത്രമാണ് ഓരോ ആകാശത്തിന്റെയും വാതിലുകൾ തുറക്കപ്പെടുക. എന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ നിമിഷം 7 ആകാശങ്ങളുടെയും വാതിലുകൾ അദ്ദേഹത്തിന്റെ റൂഹിനെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മലർക്ക് തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ മൂന്ന് പ്രതികരണങ്ങളും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണം കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? ഈ സ്വഹാബികൾക്ക് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവാൻ കാരണം എന്താണ്? അവരുടെ ജീവിതമാണ്. അവർ യഥാർത്ഥത്തിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, സുമ്മസ്തഖാമു, നേരായ പാതയിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു, അവർ പരസ്പരം സഹായിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാലോ, ബദറിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാറുകളെയും മുഹാജിറുകളെയും വിളിച്ചിട്ട് പറയാണ്, യുദ്ധം ചെയ്യാതെ നമുക്ക് നിവൃത്തിയില്ല, നമ്മുടെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്, മദീനയെ സംരക്ഷിക്കേണ്ടതുണ്ട്. മുഹാജിറുകൾ ഓരോരുത്തരായി എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, റസൂലേ, ഞങ്ങൾ കൂടെയുണ്ട്, അങ്ങ് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് മുഹാജിറുകളായ ഓരോരുത്തരും എഴുന്നേറ്റിട്ട് പറയാൻ. അൻസാറുകളിൽ നിന്ന് ഒരു അനക്കവും ഇല്ല, ഒരു പ്രതികരണവും ഇല്ല. അവസാനം അൻസാറുകളുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടിയാണ് ഞാൻ കാതോർക്കുന്നത്, നിങ്ങളുടെ സമാശ്വാസത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണ് ഞാൻ കാതോർക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു. അത് മറ്റാരുമായിരുന്നില്ല, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആർത്തലക്കുന്ന കടലിന്റെ തിരമാലകൾ ഭേദിച്ചിട്ട് അങ്ങ് ഞങ്ങളെ നയിക്കുകയാണെങ്കിലും ആ തിരമാലകൾക്കിടയിലൂടെ അങ്ങയെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ വരും. മൂസാ നബിയോട് അദ്ദേഹത്തിന്റെ അനുയായികൾ, താങ്കളും താങ്കളുടെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. മരുഭൂമിയുടെ കനൽപഥങ്ങൾ താണ്ടി ബർക്കുൽ ഹിമാദിലേക്കാണ് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നതെങ്കിലും അങ്ങയുടെ പിന്നാലെ ഞങ്ങൾ ഉണ്ടാവും റസൂലേ, ഞങ്ങൾ പിറകോട്ട് പോകില്ല എന്ന് പറഞ്ഞ് അള്ളാന്റെ റസൂലിന്റെ മനസ്സിലേക്ക് സമാശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും വലിയ ആശ്വാസം നൽകിയ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു മുആദിന് ആ ഇസ്തിഖാമത്ത് കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ള ഒരു മരണം നൽകിയത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ 18ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. 40 വയസ്സ് കഴിയുന്നത് വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ജീവിച്ചിട്ടുണ്ട്. 2000-ഓളം ഹദീസുകൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ മക്കളുടെ സംശയത്തിന് അറുതി വരുത്തി അവർക്ക് ദീന് പറഞ്ഞു കൊടുത്ത്, അവർക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്ത്
പ്രവാചക ജീവിതത്തിന്റെ മാതൃകകൾ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊടുത്ത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടെ പറയുമായിരുന്നു, സഅദിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, സഅദിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല, സഅദിനോടുള്ള കടപ്പാട് ഒരിക്കലും എനിക്കും എന്റെ ഭർത്താവിനും തീരില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു. കാരണം എന്താ അറിയോ, ഖന്തക്കിന്റെ ഭൂമിയിൽ ആ കിടങ്ങിനപ്പുറത്ത് 10,000-ഓളം സൈന്യമാണ്. ഗത്ഫാൻ ഗോത്രമടക്കമുള്ള ഖുറൈശികളടക്കമുള്ള 10,000-ഓളം സൈന്യം ഖന്തക്കിന്റെ രണഭൂമിയിൽ അപ്പുറത്ത് നിന്ന് അമ്പെയ്തുകൊണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോ അള്ളാന്റെ റസൂലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല, ഒരുപോലെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല. ഉറക്കമില്ലാത്തതിന്റെ വിഷമം മനുഷ്യ ശരീരം ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്നതും ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നതും ഭക്ഷണം കിട്ടാണ്ടിരിക്കുമ്പോഴല്ല, വെള്ളം കിട്ടാണ്ടിരിക്കുമ്പോഴല്ല. ഒരു 3-4 ദിവസത്തെ ഉറക്കം അങ്ങോട്ട് നഷ്ടപ്പെട്ടാൽ പ്രിയരെ, എന്റെയും നിങ്ങളുടെയും സമനില തെറ്റിപ്പോവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, കണ്ണുകൾ ഇങ്ങനെ മൂടിപ്പോവാൻ, പക്ഷെ ഉറങ്ങാൻ കഴിയുന്നില്ല, സമാധാനമില്ല. ഏത് നിമിഷവും ശത്രുക്കളുടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകും, അക്രമമുണ്ടാകും. അങ്ങനെ അദ്ദേഹത്തിന്റെ ടെന്റിൽ അസ്വസ്ഥനായിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് നിന്ന് ആയുധങ്ങൾ കുലുങ്ങുന്ന ശബ്ദം കേൾക്കാൻ അള്ളാഹുവിന്റെ റസൂലും ആയിഷ റളിയല്ലാഹു അൻഹയും ആ ഭാഗത്തേക്ക് നോക്കുമ്പോ അവിടെ അവർക്ക് കാണാൻ കഴിയുന്നത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ശരീരം മുഴുവൻ ആയുധം ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ ടെന്റിന്റെ പുറത്ത് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് നം, അള്ളാന്റെ റസൂലേ താങ്കൾ ഉറങ്ങുക, താങ്കൾ ഉറങ്ങുക. അങ്ങയുടെ നേർക്കേക്ക് വരുന്ന ശരങ്ങൾ ഈ സഅദിന്റെ നെഞ്ചിൻ കൂട് തുളക്കാതെ അങ്ങയിലേക്ക് വരികയില്ല. അങ്ങയെ ആക്രമിക്കാൻ വരുന്നവന്റെ വാള് എന്റെ തൊണ്ടയുടെ, എന്റെ കണ്ടനാടി മുറിക്കാതെ അങ്ങയിലേക്ക് വരികയില്ല. അതുകൊണ്ട് താങ്കൾ ഉറങ്ങുക എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ടെന്റിന്റെ പുറത്ത് കാവൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും കിടത്തി ഉറക്കിയ മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മരണം വരെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടയ്ക്ക് സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഓർത്തത്. ആ ഇസ്തിഖാമത്ത് കൊണ്ടാണ് മരിക്കുന്ന സമയത്ത്, തൗഹീദും ഇസ്തിഖാമത്തും ഉള്ളത് കൊണ്ട് തന്നെയാണ് മരിക്കുന്ന സമയത്ത് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ചുമക്കാൻ മനുഷ്യന്മാരെ സമ്മതിക്കാതെ അല്ലാഹുവിന്റെ മാലാഖമാർ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ആ മയ്യിത്ത് ചുമന്നത്. ആ ഇസ്തിഖാമത്ത് കൊണ്ട് തന്നെയാണ് ആകാശത്തിന്റെ വാതിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ തുറക്കപ്പെട്ടത്. അത് നമുക്കും ലഭിക്കേണ്ടതുണ്ട്.